ബിഗ് ബോസിന് വേണ്ടിയല്ല ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് എന്നും വെള്ളമൊഴിച്ച് കളയാൻ പറ്റില്ല. രേണുസുതി. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ രേണുസുതി തൻ്റെ മുടി പ്രശ്നങ്ങളെക്കുറിച്ചും ഹെയർ എക്സ്റ്റൻഷനെക്കുറിച്ചും വെളിപ്പെടുത്തുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങുന്നതിന് മുൻപ് പ്രെഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേട്ട പേരായിരുന്നു രേണുസുതി. സോഷ്യൽ മീഡിയ താരവും അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണുസുതിയുടേത്. പ്രവചനങ്ങൾ ശരിവെച്ച് രേണു ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വെച്ച് രേണുസുതി സ്വമേധയാ ഷോയിൽ നിന്നും വാക്കൗട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ മുതൽ ഹൗസിൽ തുടരാൻ തനിക്ക് കഴിയില്ലെന്നും മാനസികമായി താൻ വളരെ വീക്കാണെന്നും രേണുസുതി പറയാൻ തുടങ്ങിയിരുന്നു. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് മുടിയിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് കൃത്യമായി പരിപാലിക്കാൻ രേണുവിന് കഴിഞ്ഞിരുന്നില്ല. മുടി നിറയെ ജടയും പേനുമായി മാറിയെന്ന് ബിഗ് ബോസിൽ മോഹൻലാലിനോട് പരാതിപ്പെടുകയും ചെയ്തിരുന്നു. രേണു മുടി വൃത്തിയായി സൂക്ഷിക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറഞ്ഞ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത സ്ഥാപന ഉടമ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഇതിനെല്ലാം ഉത്തരം നൽകുകയാണ് രേണുസുതി. ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയല്ല ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത്. റൂമ മാമുമായി നല്ല സൗഹൃദത്തിലായതുകൊണ്ടാണ് അവിടെ പോയത്. അത് വീഡിയോയിൽ അവർ പറയുന്നുമുണ്ട്. മാം തന്നെയാണ് എൻ്റെ പുരികത്തിൽ മൈക്രോ ബ്ലേഡിംഗ് ചെയ്തു തന്നത്. ഞാൻ ബോട്ടോക്സ് ചെയ്യാനാണ് വീണ്ടും അവിടെ പോയത്. നല്ല ഹെൽത്തുള്ള മുടിയാണെന്നും നീളമുള്ള മുടി ഇഷ്ടമാണോ എന്നും റൂമ മാം ചോദിച്ചു. അങ്ങനെയാണ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ തല നന്നായി കഴുകാൻ പറ്റൂ, അല്ലെങ്കിൽ അത് പോവും. അത്ര ബുദ്ധിമുട്ടി 5 മണിക്കൂറോളം എടുത്താണ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത്. മനോഹരമായിട്ടാണ് അവർ അന്ന് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു തന്നത്. എന്നാൽ തലയിലൊന്നും വെള്ളം ഒഴിച്ച് അത് കളയാൻ പറ്റില്ല, ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രേണുസുതി പറഞ്ഞു. ഇങ്ങനെ ബിഗ് ബോസിന് വേണ്ടി മുടി കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞ രേണുസുതി പുറത്തിറങ്ങിയ ശേഷം എന്താവും ചെയ്യാൻ പോകുന്നത്? നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം.